പാർട്ടിയെ പ്രതിരോധത്തിലാക്കും വിധം ഇനി ചാനൽ ചർച്ചകളിൽ പ്രതികരിക്കരുത് എന്ന അഡ്വക്കേറ്റ് BN ഹസ്കറിന് CPMന്റെ മുന്നറിയിപ്പ്. ഇടതു നിരീക്ഷകൻ എന്ന ലേബലിൽ ഇത്തരം പ്രതികരണങ്ങൾ ഒഴിവാക്കണമെന്ന് CPM നിർദ്ദേശം നൽകി. ചാനൽ ചർച്ചയിൽ മുഖ്യമന്ത്രിയെയും വെള്ളാപ്പള്ളിയെയും ഹസ്കർ വിമർശിച്ചിരുന്നു. അഭിഭാഷക ബ്രാഞ്ച് യോഗത്തിൽ സംസ്ഥാന കമ്മിറ്റി അംഗം K. സോമപ്രസാദാണ് മുന്നറിയിപ്പ് നൽകിയത്. കേന്ദ്ര കമ്മിറ്റി നിലപാടാണ് താൻ പറഞ്ഞതെന്ന് ഹസ്കർ യോഗത്തിൽ മറുപടി നൽകി. തനിക്കെതിരെ നടപടിയെടുത്താൽ AK ബാലനും രാജു എബ്രഹാമും നടപടിക്ക് അർഹരാണെന്നും ഹസ്കർ പ്രതികരിച്ചു. ചാനൽ ചർച്ചയിൽ നടത്തിയ ഒരു പരാമർശത്തിന്റെ പേരിൽ അഡ്വക്കേറ്റ് BN ഹസ്കറിനെ പാർട്ടി ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. മുന്നറിയിപ്പ് നൽകിയെന്ന് പറയുന്ന വാർത്ത ശരി തന്നെയല്ലേ? അങ്ങനെയല്ല, പാർട്ടി ഘടകങ്ങൾ കൃത്യമായി കൂടാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ പാർട്ടിയുടെ ബ്രാഞ്ച് കഴിഞ്ഞ ദിവസം കൂടിയിരുന്നു. പാർട്ടി സംഘടനാ വിഷയങ്ങളും അതുപോലെ ദേശീയ, സർവ്വദേശീയ, അന്തർദേശീയ വിഷയങ്ങളും ചർച്ച ചെയ്തു. അക്കൂട്ടത്തിൽ എന്റെ വ്യതിയാനങ്ങൾ കൂടി ചർച്ച ചെയ്തു. ആ ചർച്ച ചെയ്ത കൂട്ടത്തിൽ പാർട്ടി ലൈനിനൊപ്പം നിൽക്കണം എന്ന ഒരു നിർദ്ദേശം മാത്രമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. കൂടുതൽ അക്കാര്യം പാർട്ടി കാര്യങ്ങൾ പറയുന്നത് സംഘടനാപരമായി ശരിയല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോഴും പാർട്ടി അംഗമാണ്. സംഘടനാപരമായി ശരിയല്ല. മറ്റ് നടപടികൾ എന്നുള്ളതൊക്കെ പറയുന്നത് മാധ്യമ സൃഷ്ടി മാത്രമാണെന്നാണ് എന്റെ അഭിപ്രായം. ഈ മുന്നറിയിപ്പ്, അതായത് സോമപ്രസാദിന്റെ നേതൃത്വത്തിൽ ചേർന്ന രീതിയിൽ ഒരു മുന്നറിയിപ്പ് നൽകി ഇനി ശ്രദ്ധിക്കണമെന്നൊരു ജാഗ്രത പുലർത്തണം. പാർട്ടി ലൈൻ സ്വീകരിക്കണം. അത് ഏത് പാർട്ടി അംഗങ്ങളുടെയും ഉത്തരവാദിത്വമാണ്. പാർട്ടിയുടെ ഗ്രൂപ്പിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പാർട്ടി അംഗങ്ങൾ എടുക്കുന്ന ഒരു സത്യപ്രതിജ്ഞയുണ്ട്. പാർട്ടി ഭരണഘടനയും അതുപോലെ പരിപാടിയും അനുസരിച്ച് പ്രവർത്തിക്കാമെന്നുള്ളത് അത് മാത്രമാണ്. അതിൽ വ്യതിയാനം വരുത്തി എന്നുള്ളത് എനിക്കും ബോധ്യമുള്ള കാര്യമാണ്. അപ്പോൾ അത്തരത്തിൽ വ്യതിയാനം വരുത്താൻ പാടില്ലായിരുന്നു എന്നുള്ളതായിരുന്നു പാർട്ടി നൽകിയ നിർദ്ദേശം. ചർച്ചയിൽ പറഞ്ഞ കാര്യങ്ങൾ അങ്ങേക്ക് ഓർമ്മയുണ്ടോ? അതിലിപ്പോഴും ഉറച്ചു നിൽക്കുന്നു? നിശ്ചയമായും എന്റെ നിലപാട് അത് തന്നെയാണ്. അതിൽ നിന്ന് മാറ്റം വരുത്തുന്നതിൽ പാർട്ടി ലൈൻ അതല്ല, പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി ലൈൻ അനുസരിച്ചിട്ടാണ്. പാർട്ടി കേന്ദ്ര കമ്മിറ്റി നൽകിയിട്ടുള്ള നിർദ്ദേശം അനുസരിച്ച് എന്റെ നിലപാട് ശരിയാണെന്ന് തന്നെയാണ് ഇപ്പോഴും എന്റെ തോന്നൽ. സംസ്ഥാന കമ്മിറ്റി അത്തരത്തിൽ ആ നിലപാട് വ്യതിയാനം വരുത്തി എന്നുള്ള വിമർശനമാണ് പറഞ്ഞത്. പാർട്ടിക്കുള്ളിൽ പറയേണ്ടത് പുറത്തു പറഞ്ഞുപോയി എന്ന തെറ്റ് മാത്രമാണ് അക്കാര്യത്തിൽ ഞാൻ ചെയ്തത് എന്നുള്ളത് മാത്രമാണ് എനിക്ക് തോന്നുന്നത്. മറ്റൊരു കാര്യമായിട്ട് ഞങ്ങൾ കേട്ടതെന്ന് പറഞ്ഞാൽ ഈ ഇടത് നിരീക്ഷകൻ എന്നുള്ള ഒരു പേര് ഉപയോഗിക്കുന്നതിനെതിരെയും ചെറിയ രീതിയിലൊരു ഇടത് നിരീക്ഷകൻ എന്നുള്ളതോ അല്ലെങ്കിൽ CPM സഹയാത്രികൻ എന്നൊക്കെയാണ് എപ്പോഴും എന്റെ എഴുതി കാണിക്കാറുള്ളത്. അത് നിങ്ങൾ മാധ്യമങ്ങൾക്കറിയാം. നിങ്ങളാണ് അത്തരം പട്ടങ്ങളൊക്കെ ചാർത്താറുള്ളത്. ഇത് അത്തരം പട്ടങ്ങളിൽ ഇരുന്നു കൊണ്ട് ഞാൻ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ എന്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണെന്ന കാര്യമാണ് എന്നെ ഓർമ്മിപ്പിച്ചത്. എന്തായാലും ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കും. നിശ്ചയമായും പാർട്ടിക്കൊപ്പം പാർട്ടി വളരണം, പാർട്ടി നിൽക്കണം, പാർട്ടിക്കൊന്നും സംഭവിക്കരുത് എന്നുള്ളതാണ് എന്റെ നിലപാട്. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. സ്വയം വിമർശനങ്ങളിലൂടെയും മൊത്തത്തിലുള്ള വിമർശനത്തിലൂടെയാണല്ലോ CPM ഇപ്പം സ്വയം വിമർശനം എന്ന് പറയുന്നതും അത് മറ്റ് സംഘടന വെക്കുമ്പോൾ മറ്റ് ആളുകളെയും ഒക്കെ വിമർശിച്ചുകൊണ്ടാണ്, അവരുടെ പ്രവൃത്തികളെയൊക്കെ വിമർശിച്ചുകൊണ്ടാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ആ ചർച്ചകൾ മാത്രമാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. എന്തായാലും ഒരു വ്യതിയാനമുണ്ടായി, ഇനി അത് ഉണ്ടാകാതെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ ആ ചർച്ചയിൽ പറഞ്ഞ നിലപാടുകളിൽ ഇപ്പോഴും BN ഹസ്കർ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നുണ്ട്. കൊല്ലത്ത് നിന്ന് അൻസമാനൊപ്പം ലിജോ റോളൻസ്, മീഡിയ 1.